എന്റെ ഹോട്ടലിൽ നിന്ന് മൂക്കുമുട്ട തിന്ന് കൊഴുത്ത തടി പോന്ന പോക്ക് കണ്ടില്ലേ? പോയത് പോട്ടേന്ന്, അത് വെട്ടുകളാ. എന്റെ 5150 രൂപ ആരെ നീ തരുമോ? ഓബിയേട്ടാ, ഇതെല്ലാം പറഞ്ഞ് അലസി നാറ്റിക്കല്ലേ. എല്ലാം കൂടി കൊണ്ടുപോകാൻ പറയാ മോനെ ജയറാമേ. ഒരാളെ കൊണ്ടുപോകാനേ പറ്റുന്നില്ല, രണ്ടാളെ ഇതിൽ കയറ്റുന്നത്. നിങ്ങൾ മിണ്ടാതിരിക്കലാമേട്ടാ. എടാ, ഈ 4-ാമത്തെ പെഗ് എൻ്റെ സുഹൃത്ത് രാഹുലിൻ്റെ ആത്മാവിനുള്ളതാ. മാട്ട സാധനം നീ എന്താക്കുന്നേരാ? അപ്പൊ ആത്മാക്കൾക്ക് കൊടുക്കണ്ടേ? ആത്മാക്കൾക്ക് ഫിറ്റ് ആവില്ല, ഇത് മതി. അപ്പൊ അപ്പൊ നീ വീട്ടിൽ നിന്ന് മാല ഊരി എടുത്തില്ലേ? നിന്റെ ഒടുക്കത്തെ മറവി. എന്റെ കടം തീരട്ടെ. എടാ, അവിടെ പ്രശ്നം നടക്കുന്നുണ്ട്. മാലിന്റെ പേര് പറഞ്ഞിട്ടാ പ്രശ്നം. രാവിലെ എനിക്കും കുറച്ച് പൈസ ഞാൻ പോവാ. പ്രകൃതിക്കൊരു നിയമമുണ്ട്, ജീവിതം ആദ്യം കഴിക്കും പിന്നീട് മധുരിക്കും. അല്ല, നീ എന്തിനു ചങ്ങിന് വെള്ളി ഇടാൻ പോയത്? അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അല്ല, എനിക്കെങ്ങനെ അറിഞ്ഞോട്ടെ, പക്ഷെ നീ എന്തിനാ ചെയ്തത്? അത് മല്ലിക ഓളെ നിശ്ചയം കഴിഞ്ഞു മിനിയാണ്. പക്ഷെ എനിക്ക് തന്നെ ബാണമായിരുന്നു ഓളെ. ഇപ്പൊ നല്ല മധുരമുണ്ട്. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? മല്ലിക നിനക്ക് കിട്ടേണ്ട പെണ്ണെന്നായിരുന്നു, നീ എല്ലാം കൊളാക്കി. ഇപ്പൊ നിന്റെ പേരിലാടെ എന്തെല്ലാം നടക്കുന്നതെന്ന് നോക്ക്. അല്ലെങ്കിൽ ഞാൻ എന്തിനു തൂങ്ങിച്ചാകുന്നേ? എന്റെ ഇഷ്ടം, അവളെ അറിയിച്ചിട്ട് എന്റെ ബാക്കി കാര്യം. മാളു, നീ ഏടത്തേക്ക് ഇങ്ങനെ ഓടുന്നേ? നിക്ക്, എന്നിങ്ങനെ ഓടിക്കല്ലേ. മാളു, മല്ലികേ, ഒരു കാര്യം പറയട്ടെ മല്ലികേ. നോക്കട്ടെ, ഫോട്ടോ നോക്കട്ടെ. നേരിട്ട് കാണുന്നതിനേക്കാളും ഇതിൽ ഫോട്ടോത്തിൽ കാണുമ്പോൾ നല്ല വാങ്ങിട്ടിപ്പോ കുഞ്ഞ്. ഈ പെണ്ണിട്ട് നിശ്ചയല്ലേ അടുത്ത ആഴ്ച? ഒരാഴ്ച കാത്തു നിൽക്കണമല്ലോ. അപ്പോൾ എന്തിന്? ഒരു നല്ല സദ്യ കഴിച്ചിട്ട് എത്ര കാലമായി. ചങ്ങായി, ഇതും മനസ്സിൽ നടക്കണ്ട. ഓളോട് കണ്ണടച്ചിട്ട് പറയേ. ഓളെ കാണുമ്പോൾ എന്നെ കണ്ണിൽ ഇരുട്ട് കയറുന്നു. അതിന് പ്രത്യേകിച്ച് കണ്ണെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭായി. ചങ്ങായി, നീ ഇങ്ങനെ പേടിക്കുന്നത്? നീ ഒരു കാര്യം ശ്രദ്ധിച്ചിനാ? എന്ത്? 15 മിനിറ്റിൽ വേറെ ബസ് ഉണ്ടായിട്ട് മല്ലിക ഇതേ ബസ്സിൽ വരുന്നത് എന്തിന്? ഓക്ക് നിന്നോട് എന്തോ ഒരു ഇതുണ്ട്. എന്നിട്ടാണ് ഓള് മറ്റേ നിശ്ചയത്തിന് സമ്മതിച്ചത്. എനിക്ക് പോവായിരുന്നു. അത് ഓളെ സ്വന്തം ഇഷ്ടപ്രകാരം സമ്മതിച്ചത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ഓളെ അച്ഛനല്ലേ ശങ്കരൻ പോലീസ്, അയാളെ പേടിച്ചിട്ട് സമ്മതിച്ചിട്ടുണ്ടാവുന്നു. ആയിരിക്കും, പിന്നല്ലാതെ ആയിരിക്കും അല്ലേ? കുമ്പളേരിയോ മല്ലിക, എന്താ രാവിലേട്ടാ? ഒരു കാര്യം പറയണ്ടായിരുന്നു. ഒറ്റ രണ്ടേ. രാവിലേട്ടാ കയറല്ലേ, നാളെ തരാം. ബോബി,
ഇതാര് ശങ്കരണ്ണ? ഈ ജയരാമനോട് ഒരു കാര്യം പറയണം. ഈ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലുണ്ടല്ലേ മല്ലിക മല്ലിക അറിഞ്ഞിട്ട് അതൊരു പൊട്ടല്ലേ? ഓനങ്ങനെ എഴുതിയോണ്ടല്ല ശങ്കരേട്ടാ ഓന് ഓള് നമ്മളെ പ്രണയം നമ്മളറിഞ്ഞത്. അങ്ങനെ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നമാണ്. ബോബിയേട്ടാ ബാങ്കിൽ പോയിട്ട് വന്നാൽ മതി. ഓട്ടോ നാളെ ഞാൻ തുറന്നോളാം. ജയറാമ പോലീസ് സ്റ്റേഷൻ അടുത്തല്ലേ നിന്റെ വീട്? അപ്പൊ ശങ്കരേട്ടൻ കൊണ്ടാക്കും. അതെ, നിങ്ങളത് കൊണ്ടുവിടണ കൊണ്ടാക്കിയ നല്ലല്ലേ, ഒരു കോമ്യൂണിക്കേഷൻ ഇരിക്കട്ടല്ലേ. ഓക്കെ. മല്ലികേ മധുര മീനാക്ഷി നീ എൻ കനവിലെ മോഹമല്ലികേ സ്വപ്ന സുന്ദരി നീ മോഹവല്ലിനി കാമരൂപമേ നീ ഹൃദയഭാഷിണി കണ്ണടച്ച നീയേ പ്രേമഗായികേ അരികിലെത്തിയെന്നാൽ വസന്തകാലമേ വാ വാ മല്ലികേ മധുര മീനാക്ഷി നീ എൻ കനവിലെ മോഹമല്ലികേ. എടാ രാവിലെ ഇപ്പം നിന്റെ മനസ്സിലെന്ത് നിനക്കറിയാം. നീ ബേജാറാക്കണ്ട. ഈ ദുനിയാവിൽ നിനക്കൊരു ബീവി നിന്നിട്ടുണ്ടെങ്കിൽ അത് ആ മല്ലി കയറ്റുണ്ടാവും. അതെങ്ങനെയാടാ? സ്വപ്നമല്ല കാണാൻ നല്ല രസമൊക്കെ. സ്വപ്നമല്ലടാ, നീ നോക്കിക്കോ. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അത് നടന്നിട്ടുണ്ടാവും. എങ്ങനെ പറയാലോ നീ? അതിനാദ്യം ആ സൽഗുണനായ ജയരാമനെ ഈ നാട്ടുകാരും മല്ലികയും വെറുക്കണം. നാട്ടുകാർക്ക് മല്ലികക്കെല്ലാം നല്ലൊരു ഇഷ്ടം അവനാ. നീ നോക്ക്, നാളത്തെ ദിവസം ഉണ്ടെങ്കിൽ അത് നടന്നിട്ടുണ്ടാവും. ഈ അക്കുവിൻ്റെ വാക്കിത്. ഇയാൾക്ക് എന്തെന്നമ്മേ പ്രാന്തോ? എന്തിനെ നിശ്ചയുറപ്പിച്ചല്ലേ ഉള്ളൂ. അതിന് മുമ്പ് ഇയാൾ പോയി ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എല്ലാം. മനുഷ്യന്മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല. എന്തിനാണ് ഓൻ എഴുതിയത്? വേണമെങ്കിൽ വന്നിട്ട് നോക്ക്. എൻ്റെ മനസ്സിൽ മല്ലികപ്പൂ വിരിഞ്ഞു. ഓൻ ഇൻസ്റ്റാഗ്രാമിൽ എന്നും പോസ്റ്റ് ഇട്ടോ ഓനോട്ട് കയ്യപ്പം. നോക്കമ്മ, എല്ലാവരും ഇതന്നെ പറയുന്നത്. നാട്ടുകാരിപ്പം എന്നെ കാണുമ്പോൾ ചിരിക്കുന്നു. രാമേട്ടാ, ഈ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഉണ്ടത് കൊണ്ടല്ലേ ഈ ജയരാമൻ എൻ്റെ മോളെ ഇഷ്ടം ഞമ്മക്ക് അറിഞ്ഞത്. ഇല്ല കേടുന്ന അറിയുന്നേ. ആ പലിശക്കാരൻ ബോബിയിലൊന്നിച്ചിട്ട് ഒരു ഹോട്ടൽ നടത്തുന്നില്ലേ? അപ്പേരെ ഹോട്ടലിൽ ഓനന്നോലും പൊറോട്ട അടിക്കുന്നത്, അതിൻ്റെ പൈസയും കിട്ടൂലേ? രാമേട്ടാ, അത് മാത്രമല്ല രാമേട്ടാ, എൻ്റെ ഒരു മോള്, ഒരേ ഒരു മോള്. അപ്പോൾ ഈ നാട്ടിൽ തന്നെ കൊടുത്താൽ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാമല്ലോ. അങ്ങനെ ഈ ആലോചനയ്ക്ക് ഞാൻ ഒത്തത്. ഒരാലോചന. എൻ്റെ ടിഫിൻ റെഡിയായി. എനിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാനായല്ലേ. അതിന് മിക്സി കേടല്ലേ, പിന്നെ എങ്ങനെ ഫുഡാക്കല്? മിക്സിയല്ലേ ഞാൻ പട്ടോട് ഞാൻ റിപ്പയർ ആക്കി കൊടുക്കുന്നത്. ശങ്കര, നീ ആപ്പ് ഇപ്പം മിക്സി കൊണ്ടുപോയിട്ട് ആ തോട്ടിൽ കളഞ്ഞിട്ട് ആ മുള്ളേര് വൈറ്റ് മാർത്തോട് നല്ല മിക്സ് മേടിക്കറോ. എങ്ങനത്തെ എല്ലാം മിക്സ് ഉണ്ട് കേടാന്നറിയോ? മാത്രമല്ല വിലക്കുറവാണ്. എന്തെല്ലോ സാധനങ്ങളുണ്ട് അവിടെ. മുള്ളേരിയ വൈറ്റ് മാർട്ടല്ലേ, സെറ്റ്. ഇത്ര സമയമായി കാത്തിക്കുന്നത്. അത് വീട് സാധനം എടുത്തു. പുരുഷൻ എന്തായി റെഡി ആയത്? സെറ്റ് ഇതാ എല്ലാം റെഡി. കൈവിട്ട കളി എന്ത് സംഭവിച്ചാണ് പറയണ്ട. നീ ടെൻഷൻ അടിക്കണ്ട. എന്താ പറഞ്ഞു നാട്ടി 500 രൂപ അധികം ഉണ്ട്. വാ, യക്കു, നീ സംഭവം എന്ത് പറയാ? സംഭവം സിമ്പിള്. നീ ഇതൊന്ന് നോക്കി. ഈ അയ്യ ഓള് പറയും അവിടെ. എന്നാലും നീ സംഭവം എന്ന് പറയാറോ നമ്മോട്? രാവിലെ മംഗലം കഴിക്കാൻ പോകുന്ന ചെക്കന് തുണിയില്ലാതെ പെണ്ണിൻ്റെ ഒക്കെ നിൽക്കുന്ന കണ്ടെങ്കിൽ ഏതൊരു പെണ്ണും നോ പറയും. അതൊക്കെ ഇത് നമ്മൾ മല്ലികൊക്കെ കൊടുക്കുന്നു. ഇതെല്ലാം 10 വർഷം മുമ്പത്തെ ഐഡിയ. 10 വർഷം മുമ്പത്തെ ഐഡിയകളും ചില സമയത്ത് അത് വർക്കാവും. നടക്കൂറാ? നടക്കും, നടത്തിയിരിക്കും. പൈസ എത്ര വേണമെങ്കിലും തരാം, പക്ഷേ പലിശ എനിക്ക് കൃത്യമായിട്ട് കിട്ടണം. നിനക്ക് തന്നെ അറിയാലോ, ഞാൻ ഒരുപാട് പേർക്ക് പൈസ കൊടുത്തിട്ട് അതുപോലെ തിരിച്ചു വാങ്ങിയതുമാണ്. ബോബിയേട്ടാ, കുറച്ച് സാമ്പാർ താപ്പാ. ഇതിലെന്തെങ്കിലും മുടക്കം വന്നാ താൻ തൈകത്തോ. കുറച്ചൊക്കെ പാട് ചേരാമേ, എല്ലാരും ആസ്വദിച്ച് കഴിക്കട്ടെ. ചെണ്ട് മല്ലികപ്പൂ കണ്ടാൽ ഓനങ്ങ് കൊന്നാലോടാ. നീ കാര്യമായിട്ട് പറഞ്ഞു. പിന്നല്ലാതെ നീ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും, ചാവാൻ പറഞ്ഞാൽ ചാവും. വേർപ്പിക്കല്.
ആ രാവിലേട്ടാ നിങ്ങൾക്ക് കണ്ടക്ടറായിട്ട് പ്രൊമോഷൻ കിട്ടിയാ? ആ നീ വാ, നീ ഇവിടെ ഇരിക്കാനില്ലേ? എന്നെ ഇരുത്താൻ നോക്കണ്ട, എന്റെ സീറ്റ് എനിക്കറിയാം. ഉമ്മ ആ സൈഡ് സീറ്റ് ഒന്ന് തരുമോ? കള്ളൻ 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 കള്ളൻ. ഉമ്മ നീ നിന്റെ വീട്ടിൽ പറ്റുമോ അങ്ങറാ? ഉമ്മാൻ്റെ ഫർദ കെട്ടന് ഇന്ന് തല്ല ഉറപ്പ്, ഞാൻ ഇന്ന് പോകുന്നില്ല. പുരുഷേട്ടൻ്റെ എഡിറ്റിങ്ങിൽ എന്തായാലും ഒറിജിനാലിറ്റി ഉണ്ട്. പുരുഷേട്ടൻ്റെ അച്ഛനുണ്ട് ഇടാണല്ലോ, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ എൻ്റെ ഭാഗ്യം. അല്ല, ഓടോളൊന്നും എനിക്ക് ഇഷ്ടമാണെങ്കിൽ അത് മുമ്പേ പറയണമായിരുന്നു, മുഖം നോക്കിയിട്ട് നേരത്തെ പറയണമായിരുന്നു. അല്ലാണ്ട് ഈ ബുദ്ധൂസിൻ്റെ എല്ലാം വാക്ക് കേട്ടിട്ട് നീ ഇങ്ങനെ പുറപ്പെട്ടാൽ സമയം നിനക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കാല. പറയേണ്ട കാലത്ത് പറയണം. നിക്ക്, നീ ഇപ്പോൾ അവളോട് പ്രേമം പറയാൻ പോകുന്നതാ? അതെ. ഇതാ ഇത് കൈ പിടിച്ചോ, ഒരു ചാർജിനായി. രാവിലെ ചുക്ര ഇതാ ബോബിന്റെ കല്ല്, ഓനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നീ നോക്കിക്കോ. നീ ഇവിടെ നില്ലേ, ഞാൻ പോയി പറഞ്ഞു തരാം. വള്ളപ്പന്നി ഒരു തുള്ളി പോലും വെച്ചിട്ട്. എന്താ ഉദ്ദേശം? അത് ഈ പോലീസുകാരന്റെ വീട്ടില് എനക്കെന്റെ കയറ് വേണം, കയറ്. ഇപ്പോഴോ? ഈ രാത്രിയിലോ? അത് പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടെങ്കിൽ പിന്നെ അത് ശരിയാവില്ല. എനക്കെന്റെ കയറ് വേണം. കയറ് വേണമെങ്കിൽ കരക്കൽ പോയി എടുക്കണം. ഇതൊന്നും അല്ല. കള്ളിന്റെ നാറ്റം. വേറെന്തോ ഉദ്ദേശമാണ്. ഒച്ചക്കട്ടെ, പ്ലീസ് 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 പ്ലീസ്. ഒച്ച ആൾക്കാർ കൂടി, പ്ലീസ് പ്ലീസ് പ്ലീസ്. കൂടട്ടെ. അമ്മേ, ആൾക്കാർ കൂടിയാ പ്രശ്നമാവും. പ്രശ്നമാവട്ടെ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ റൂമിൽ ഈ വട്ടപ്പാതിരാത്രിക്ക് എന്നെ കണ്ടാൽ എന്തായിരിക്കും കഥ? കൂടിപ്പോയാ പിടിച്ച് കെട്ടിക്കും. പഠിച്ചോനെ ഓനെ കാണുന്നില്ലല്ലോ. ആ ശങ്കര പോലീസ് ഓനെ പയ്യത്താക്കിയിട്ടുണ്ടാവോ? ആ ശങ്കരേട്ടന് ജയറാമനെ അത്രയ്ക്ക് ഇഷ്ടാ. എനിക്കറിയില്ല. എന്ത്? ആ പൈങ്കിളി മരംകോടരെ കൊണ്ട് തോറ്റു. അവൻ കാരണം നാട്ടിൽ തല ഉയർത്തി നടക്കാൻ പറ്റാണ്ടായി. നിങ്ങൾക്ക് എന്നെ കെട്ടാൻ പറ്റൂല കേട്ടോ. ഓഹോ, അപ്പൊ അവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലേ? എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. അയ്യടാ, 5 വർഷം നിങ്ങളെ ബസ്സിലിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇന്ന് പറയും നാളെ പറയുന്ന വിചാരിച്ചിരുന്ന ഞാനൊരു മണ്ടി. അപ്പൊ അക്ക് പറഞ്ഞത് വെറുതെ അല്ല. എന്ത്? 5 മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് ഒരു ബസ് ഉണ്ടായിട്ട് എന്തിനാ എന്റെ ബസ്സിൽ തന്നെ നീ കയറുന്നേന്ന്? രാവിലേട്ടാ, എന്നെ കെട്ടണമെങ്കിൽ ആ അലവലാതി ഫ്രണ്ടിന്റെ കൂട്ടുകെട്ടങ്ങ് മാറ്റണം. ഇന്നെന്തിനാ ബുർക്കയിട്ട് ബസ്സിൽ കയറിയത്? ഒന്നെങ്കിൽ മോഷ്ടിക്കാൻ, അല്ലെങ്കിൽ പെണ്ണുങ്ങളെ തോണ്ടാൻ. അക്കു 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 പറഞ്ഞേ, വിളിക്കടാ, പേരെടുത്ത് തന്നെ വിളിക്ക്. നിനക്കിപ്പോ വിളിക്കാൻ ആ മല്ലിയും പല്ലിയെല്ലാം ഉണ്ടല്ലോ. ഒരു പൊടി കടങ്ങ് പോയി. ഞാൻ എന്താണ് ഞാൻ മല്ലിക എന്നെ കുറിച്ച് പറഞ്ഞപ്പോ ഒരക്ഷരം നീ മുട്ടിടാ പുല്ല. ഇനിയിപ്പോ നീ പറയുന്നത് ഞാൻ കേൾക്കണം. പറ പെൺകൊന്ത. അക്കു, ഞാനും മല്ലിക നാട് വിട്ടു പോന്ന്. മല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ. ഒന്ന് പോ ചേരാമേ, ബോബിച്ചേട്ടൻ അർത്ഥം. കുറച്ചൊക്കെ പാട് ചേരാമേ, എല്ലാരും ആസ്വദിച്ച് കഴിക്കട്ടെ അല്ലേ? ഓക്കെ ബോബി ചേട്ടാ. ചെണ്ടു മല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താം. എന്റെ പാർട്ട്ണർ ജറാമിന്റെ കിട്ടാൻ പോകുന്ന പെണ്ണിന്റെ പേരെന്താണെന്ന് അറിയോ? മല്ലികാണ്. എന്റെ ഭാര്യയുടെ പേര് അത് തന്നെയാണ്, ചെണ്ടു മല്ലികപ്പൂ.
മല്ലിക പോയിട്ട് 1 മാസമായി. ഇത് കുടിക്കുവോ? കുടിക്കുന്നതിനോട് കലമ്പാൻ വീട്ടിൽ ആരും ഇല്ലല്ലോ. ശവത്തിൽ കുത്തല്ല രാമേട്ട. മണി എത്രയാ? പോയിട്ട് കയറുക. എന്ത്? ഒന്നും അറിയാതെ വാ വാ മല്ലികേ മധുര മീനാക്ഷി, നീ എൻ കനവിലെ മോഹമല്ലികേ. സ്വപ്ന സുന്ദരി നീ മോഹവല്ലിനി, കാമരൂപമേ നീ ഹൃദയഭാഷിണി. കണ്ണടച്ച നീയേ പ്രേമഗായികേ, അരികിലെത്തിയെന്നാൽ വസന്തകാലമേ. വാ വാ മല്ലികേ മധുര മീനാക്ഷി, നീ